ലിനൻ ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സെറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ശരിക്കും നമുക്ക് ആ ഒരു ലിനൻ്റെ ഫീല് തന്നെയാണ് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നത്. അതിൽ ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് കട്ട് വർക്കാണ് ചെയ്തേക്കുന്നത്. ലൈൻസ് പോലെ എംബ്രോയ്ഡറി ആണ് കാണുന്നത്. നമുക്ക് ആ ഒരു ലിനൻ്റെ ഒരു ഫാബ്രിക് തന്നെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വരുമ്പോൾ ഇത് ലൈറ്റ് ഒരു ഗ്രീൻ ടോണിലാണ് വരുന്നത്. അതിൽ പീച്ചും ലൈറ്റ് ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി ഫ്രണ്ട് പോർഷൻ വന്നേക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. നല്ല രസമാണ് ഈ ഒരു സൽവാർ സെറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ഫുൾ ആ ഒരു കട്ട് വർക്ക് പാറ്റേൺ വന്നിട്ട് യോക്കിൽ എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ്. ദുപ്പട്ട വരുമ്പോൾ സിൽക്കി കോട്ട ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. സിൽക്കി കോട്ട ദുപ്പട്ടയുടെ എൻഡിൽ നമുക്ക് ആപ്ലിക് വർക്കാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല ഫ്ലോറൽ ഫാബ്രിക്കാണത്. ഒരു സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ചെയ്തിട്ട് ആപ്ലിക് വർക്ക് കൊടുത്തേക്കുവാണ്. അത് രണ്ട് എൻഡിലും നമുക്ക് ആ ഒരു ഡിസൈനാണ് വരുന്നത്. ഈ സൈഡിൽ നമുക്കൊരു സെയിം പാറ്റേൺ തന്നെ വരുന്നുണ്ട്. ബോട്ടം വരുമ്പോഴത്തേക്ക് സാറ്റിൻ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് നല്ലൊരു ലൈറ്റ് ഗ്രേ ടോണിലാണ് വരുന്നത്. സെയിം ആ ഒരു കട്ട് വർക്ക് പാറ്റേൺ തന്നെ വരും. ദുപ്പട്ടയും ലൈറ്റ് ഗ്രേ തന്നെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു ബേജ് കൂടെ മിക്സ് ചെയ്തിട്ട് വരും. സെയിം പാറ്റേൺ തന്നെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും ഇങ്ങനെ ഒരു കട്ട് വർക്കാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയും സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ആപ്ലിക് വർക്ക് ചെയ്ത് ഇങ്ങനെയാണ് ദുപ്പട്ട. നമ്മൾ രണ്ട് സൈഡിലിടും നല്ല ലെങ്ത്തും വിട്ടും വരുന്നുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്കിലാണ് പെയർ ചെയ്തേക്കുന്നത്.